ഒരിക്കൽ കൂടി ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ അല്പസമയം മുൻപ് വിചാരണ കോടതി തള്ളിയെന്ന്. ഇപ്പോൾ കന്യാസ്ത്രീകളെ കാണാൻ ഇടത് നേതാക്കൾ അവിടേക്ക് എത്തിയിരുന്നു. ആ ഇടത് നേതാക്കളെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ അനുമതി നൽകില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്ന് ഇടത് നേതാക്കളും പോലീസും തമ്മിൽ തർക്കമുണ്ടായി. അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ബൃന്ദ കാരാട്ട്, ആനി രാജ, എ റഹീം, സുനീർ, അങ്ങനെ വലിയൊരു നേതൃനിര തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനും അവരെ കാണാനും ഒക്കെ. എന്ത് പറഞ്ഞാണ് അനുമതി നിഷേധിച്ചത് അനൂപ്? രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ ദുർഗ് ജയിലിൽ ആളുകളെ കാണാനുള്ള, പ്രതി ചേർക്കപ്പെട്ട ആളുകളെ, ജയിലിൽ കഴിയുന്ന ആളുകളെ കാണാനുള്ള അനുമതി. അതിനുശേഷം വരുന്ന ആളുകൾക്ക് അനുമതി നൽകില്ല എന്നാണ് കോടതി അധികൃതർ അറിയിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് എന്ന് കാണിച്ച് ജയിൽ അധികൃതർക്ക് മെയിൽ അയച്ചിരുന്നു ഈ ഇടത് സംഘം. ആ മെയിൽ അയച്ചതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മെയിലേ വന്നിട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. പക്ഷേ അതിനുശേഷം ഈ മെയിൽ അയച്ചതിൻ്റെ പ്രിന്റ് എടുത്ത് നേതാക്കൾ കാണിച്ചപ്പോൾ മെയിൽ അയച്ചിട്ട് കാര്യമില്ല, 2 മണിക്ക് ശേഷം വന്നാൽ ആളുകളെ പ്രവേശിപ്പിക്കില്ല, പോയി നാളെ രാവിലെ 10 മണിക്കും 2 മണിക്കും ഇടയിൽ വന്നാൽ അകത്ത് കയറാനുള്ള സംവിധാനം ഒരുക്കാമെന്നാണ് പോലീസ് മറുപടി പറഞ്ഞത്. എന്നാൽ പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ ഇടതു നേതാക്കൾ ദുർഗ് കോടതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബൃന്ദ കാരാട്ട് ബൃന്ദ കാരാട്ട്, ആനി രാജ, എ റഹീം, പി പി സുനീർ തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം അവിടേക്ക് എത്തി. ആനി രാജ मुलाकात करने के लिए जो एप्लीकेशन बाकायदा बाई हैंड एप्लीकेशन दे दिया और फिर बाई मेल एप्लीकेशन दे दिया. बाई हैंड देते वक्त उन्होंने बताया कि कोई बात नहीं, वो लोग, इन्होंने बताया था, हमारे सीपीआई के लीडर ने ये दे दिया है, तब बताया था कि वो लोग दिल्ली से आ रही है, तब बोला कोई बात नहीं, आप लोग आ जाए, मैं सारा अरेंजमेंट करूंगी करके इन्होंने बताया था. अभी बोल रहे कि नहीं, आपने टाइम जेल का रूल्स में वायलेट नहीं कर सकती है. इधर हमारे से पहले जो लोग आए थे, कल आए थे, और अभी बोल रहे कि वो लोग हमें खुद फोन करके बोल रहे हम 3 बजे के बाद मिला है. हम भी इधर आ गया था, 3:45 बजे तक इधर आ गया था. तो अभी वो बोल रहे कि हमें रूल वायलेट नहीं कर सकते. इसका मतलब ये है बाकी लोगों को अलाउ कर रही है. और वामपंथी पार्टियों का डेलीगेशन, वो भी 4 जो सांसद लोग इसमें है, जो राज्यसभा की और लोकसभा के सांसद इसमें है, और दोनों पार्टियों का टॉप लीडरशिप इधर है. और हमें अलाउ नहीं कर रहे, तो उनको आदेश मिला होगा किसी जो चीफ मिनिस्टर से और किसी से, पार्टी आरएसएस से और बजरंग दल से, किसी से भी हो, कि वामपंथी पार्टी के डेलीगेशन को ये इन सिस्टर्स को मिलने नहीं देना है. हम इसको बिल्कुल कंडेम करती हूँ. ये एक तरीका नहीं होती है. सरकार को बहुत सारा चीज कवर अप करने का है, इसलिए हमें अलाउ नहीं कर रहे. आप लोग मुलाकात करेंगे, कल तक इंतजार करेंगे. ആനി രാജയുടെ പ്രതികരണമാണ് കണ്ടത്. വളരെ കൃത്യമായി ആനി രാജ പറയുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ ഇവരെ കാണാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ബൈ ഹാൻഡ് CPI നേതാവ് അവിടെ എത്തി ജയിൽ അധികൃതർക്ക് അനുമതിക്ക് ആവശ്യമായ അപേക്ഷ നൽകിയതാണ്. അപ്പോൾ സമയത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും വന്നാൽ മതി, കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെയൊക്കെ എത്തിയ ആളുകൾക്ക് വൈകിട്ട് 3 മണി കഴിഞ്ഞും കാണാൻ അനുമതി കൊടുത്തിരുന്നു. അപ്പോൾ ഇവരെ എന്തുകൊണ്ട് തടയുന്നു? മെയിൽ വഴിയും അപേക്ഷ അയച്ചിരുന്നു. അവിടെ CPI നേതാവ് അവിടെ എത്തി ഇങ്ങനെ ഒരു സംഘം ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ രാജ്യസഭാ MP മാരുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് ആനി രാജ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ തടഞ്ഞത്? മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഇന്നലെ കാണാൻ അനുമതി കിട്ടി? 4:30 അവിടെ എത്തിയതാണ്, ഇപ്പോൾ കാണാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആനി രാജ ചോദിക്കുന്ന കാര്യം.